ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയില് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയോട് ചേർന്ന് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം നൽകുന്ന എനിക്കും തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ചില വർഷങ്ങളായ ദൈവം നമുക്ക് തന്നതായ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ ദൈവം ഇന്നും നടത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ട റജിയ ആമുഖ ചിന്തയിലോ അർപ്പിച്ചതുപോലെ പരസ്പരം എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്ദി അർപ്പിക്കുവാനായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടി വന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ നീ ചെയ്ത ഉപകാരങ്ങൾക്ക് എന്ത് നന്ദി പറയണ്ടു. രക്ഷയുടെ പാനപാത്രം എടുത്ത് നിന്റെ പൊന്നുനാമം ഞങ്ങൾ സ്തുതിക്കും. ഇന്ന് രാത്രിയിലും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അവന്റെ തൃപ്പാദത്തിലിരുന്ന് അവന്റെ ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങൾ പാടുവാനും പ്രാർത്ഥിപ്പാനും വായിപ്പാനും ചിന്തിപ്പാനും ഒക്കെ ദൈവം ഇങ്ങനെ ഒരു ജീവനുള്ളവരുടെ ദേശത്തൊരു അവസരം കൂടെ നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഞാൻ 1, 2, 3 ക്ലാസ്സുകൾ യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് നമുക്ക് ചുരുക്കമായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. യിരെമ്യാവിന്റെ ജീവിതം ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച യിരെമ്യാവ് ഒരു പുരോഹിതനായി തുടർക്കാലം ജീവിപ്പാനായിട്ട് ആഗ്രഹിച്ച യിരെമ്യാവ്, എന്നാൽ ദൈവം അവനെ ഒരു പ്രവാചകനായിട്ടാണ് വിളിക്കുന്നത്. അവൻ ദൈവസന്നിധിയിലെ ഞാൻ ശിശുവാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്നെല്ലാം പറഞ്ഞെങ്കിലും ദൈവം അവനെ വലിയ ഒരു ദർശനങ്ങൾ കൂടെ നടത്തി. ദൈവം അവന് 2 ദർശനങ്ങൾ കാണിച്ചു കൊടുത്ത്, ഒന്ന് ഉണങ്ങി നിൽക്കുന്ന ഒരു ബദാമരവും 2 കലത്തിൽ ഒരു വെള്ളം തിളയ്ക്കുന്ന 2 ദർശനങ്ങൾ. ഈ ദർശനങ്ങൾ ദൈവം യിരെമ്യാവിനെ കാണിച്ചു കൊടുത്തപ്പോൾ യിരെമ്യാവ് ആ ദർശനങ്ങൾ അനുഭവിച്ച് ആ ദർശനങ്ങൾ കൂടെ ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച് ദൈവവിളിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു യിരെമ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകൻ ദൈവം വിളിച്ച് ഒരു പ്രവാചക ദൗത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ കാലഘട്ടം യെരുശലേമിന്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. ആത്മീകമായി അധപ്പതിച്ചിരിക്കുന്ന ഒരു ജനസമൂഹം, അതുമാത്രമല്ല അവരെ നയിക്കുന്ന ആളുകൾ അതിനേക്കാൾ മോശമായി ജീവിക്കുന്ന ഒരു കാലം, സ്വാർത്ഥതയിൽ കൂടെ മുന്നോട്ട് പോകുന്ന കാലം, അതുപോലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത കാലം, വചനത്തോട് നീതി പുലർത്താത്ത കാലം. രാജാക്കന്മാരുടെ കാലങ്ങളിൽ, യെരുശലേമിനെയും യഹൂദിയെയും ഭരിക്കുന്ന രാജാക്കന്മാരുടെ കാലങ്ങളിൽ അവർ ദൈവത്തിന്റെ വചനത്തിനോ ന്യായപ്രമാണത്തിനോ ഒരു സ്ഥാനവും കൊടുക്കാതെ അവർ അന്യ ദൈവ ആരാധന നടത്തിപ്പോരുകയും ബാൽവിഗ്രഹങ്ങൾക്ക് ധൂപം കാണിക്കുകയും അന്യദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അന്യ ആരാധന നടത്തുകയും ചെയ്യുന്ന ഒരു ചിത്രം നമ്മൾ യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് 1-2 ആഴ്ചകളിൽ നമുക്ക് വായിപ്പാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് യിരെമ്യാവിനെ വിളിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏറെ സങ്കീർണതകൾ നിറഞ്ഞതായ സാഹചര്യത്തിൽ
യിരെമ്യാവിന് അനേക വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. യിരെമ്യാവിന്റെ സ്വന്തക്കാരുടെ ഇടയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവർക്ക് ചക്കരവാക്കും മുഖസ്തുതിയും പറയുന്നത് ഇഷ്ടമായി തോന്നുവാൻ ഇടയായി. എന്നാൽ അങ്ങനെയുള്ള പ്രവാചകന്മാരെയായിരുന്നു അവർക്ക് ആവശ്യം. അവർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, യിരെമ്യാവിനെ അവർ വകവരുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. യിരെമ്യാവിനെ അവർ വാക്കുകൊണ്ട് കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, പുരോഹിതന്മാർ യിരെമ്യാ പ്രവാചകനെ എതിരാകുകയാണ്. അതുമാത്രമല്ല, യിരെമ്യാ പ്രവാചകനെ അവർ ആക്രമിക്കുന്ന പശൂർ പുരോഹിതൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, നമ്മൾ ചിന്തിച്ചതാണ്. പുരോഹിതന്മാർ അവനെ അടിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവത്തിന്റെ അരുളപ്പാടുകളെ, പ്രവചനങ്ങളെ ഇസ്രായേൽ ജനത്തോട് അറിയിച്ചതുകൊണ്ട് പ്രവാചകനെ കുണ്ടറയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അതുമാത്രമല്ല, അനേക പ്രതിസന്ധികളുടെ നടുവിൽ യിരെമ്യാവ് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കുവാനാണ് കാരണം, ഈ കാലങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ജനം അനുസരിച്ചാലും ഇല്ലെങ്കിലും, അവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാലും ഇല്ലെങ്കിലും, ദൈവം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധമുള്ള എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായി അരുളി ചെയ്ത സത്യങ്ങൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് നമുക്ക് കാണിച്ചു തന്നതും അപ്പോസ്തലന്മാർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ജീവന്റെ വചനം. ഈ ജീവന്റെ വചനം കാലാകാലങ്ങളിൽ ദൈവം തന്റെ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ദൈവം നേരിട്ട് മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഈ അന്ത്യകാലത്ത് സംസാരിക്കുകയാണ്. നമുക്കറിയാം, എത്രയോ പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിച്ചു. മാനസാന്തരപ്പെടുന്ന ജനമുണ്ട്. നമുക്കറിയാം, യോനയെ ദൈവം ഉപയോഗിച്ചു. തർസീസിലേക്ക് പോയി ദൈവത്തിന്റെ വചനം പറയുവാനായിട്ട് യോനയോട് പറഞ്ഞു. യോന ആദ്യം തിരസ്കരിച്ചെങ്കിലും വീണ്ടും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തർസീസിൽ പോയി ദൈവത്തിന്റെ വചനം പറഞ്ഞു. നിനവയിൽ പോയി ദൈവത്തിന്റെ വചനം പറഞ്ഞു. തർസീസിലേക്ക് യാത്ര ചെയ്തെങ്കിലും പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നിനവയിലേക്ക് ചെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ അവരുടെ പാവങ്ങളോട് യാത്ര പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ ദൈവത്തിന്റെ നോഹയിൽ കൂടെ ദൈവത്തിന്റെ വചനം അവര് അനുസരിച്ച് അവരുടെ പാപവഴികളോട് യാത്ര പറഞ്ഞപ്പോൾ ദൈവം അവർക്ക് വരുത്തും എന്ന് പറഞ്ഞ ന്യായവിധിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അവർക്ക് വിടുതൽ കൊടുത്ത് ആ ദൈവം അവരോട് ക്ഷമിച്ച് അവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. എന്നാൽ അനുസരിക്കാത്ത ഒരു ജനം എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ വചനം ഏറെ സന്തോഷത്തോടെ ദൈവം വിളിച്ച് അറിയിച്ചപ്പോഴും ആ ജനം തിരസ്കരിക്കുകയാണ് ചെയ്തത്. അവന്റെ സഹോദരങ്ങൾ അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. അത് അവർ അംഗീകരിച്ചില്ല. അവർ അവനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അവർ അവനെ ആക്രമിക്കുകയാണ് ചെയ്തത്. അവനെ ചെളിയിലിട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അവനെ അതിക്രമിക്കുകയാണ് ചെയ്തത്. അവനെ കുണ്ടറയിലിടുകയാണ് ചെയ്തത്. എങ്കിലും ജനം മാനസാന്തരപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചു 2 ദർശനങ്ങൾ കണ്ടു. ഒന്ന്, ഉണങ്ങി നിൽക്കുന്ന അത്തിമരം, ബദാമരം. ഈ ബദാമരത്തിന്റെ ഇലകളെല്ലാം പോയി ഉണങ്ങി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക,
ഉണങ്ങി നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യെരൂശലേമിന്റെ ചിത്രം അതാണ്. യഹൂദ ജാതിയുടെ ചിത്രം അതാണ്. ഉണങ്ങി നിൽക്കുകയാണ്. അവരുടെ പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരുടെ ആത്മീയ തളർപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർ ഉണങ്ങിയ അവസ്ഥയിൽ കൂടെ കടന്നുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രണ്ടാമത് കണ്ടതുപോലെ ഒരു തിളയ്ക്കുന്ന വെള്ളമുണ്ട്. വടക്ക് നിന്ന് വരുന്ന ഒരു ന്യായവിധി, അത് തിളയ്ക്കുന്ന വെള്ളമായിട്ട് ദർശനത്തിൽ കാണുകയാണ്. ഒരു ന്യായവിധി ഈ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ പാപങ്ങളോട് യാത്ര പറഞ്ഞ് അവർ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ന്യായവിധി വരും എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ യിരെമ്യാവ് വളരെ വ്യക്തമായിട്ട് ഈ സന്ദേശം അറിയിച്ചു. ജനം കൈക്കൊള്ളുന്നില്ല, അവർ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നില്ല. വീണ്ടും വീണ്ടും യിരെമ്യാവ് പ്രസംഗിക്കുന്നുണ്ട്. ദൈവവചനം അവർ അനുസരിക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് കള്ളപ്രവാചകന്മാരായിരുന്നു. നമുക്കറിയാം, യിരെമ്യാവ് ഈ പ്രവചനം നടത്തുവാനായിട്ട് ചെല്ലുന്ന സമയങ്ങളിലൊക്കെ യിരെമ്യാവിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രയാസം കള്ളപ്രവാചകന്മാരാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കുമ്പോൾ ആ ചിത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-14 നമുക്കൊന്ന് വായിക്കാം. യെരൂശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. യെരൂശലേമിലെ പുരോഹിതന്മാരിലും പ്രവാചകന്മാരിലും ഞാൻ അതിഭയങ്കരമായ കാര്യം കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്തു വ്യാജത്തിൽ നടക്കുന്നു. പാപം ചെയ്തു. ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവർ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ദുഷ്പ്രവൃത്തിക്കാർക്ക് വീണ്ടും വീണ്ടും പാപം ചെയ്യുവാൻ പ്രചോദനം കൊടുക്കുന്നു. അങ്ങനെയുള്ള കാലം പ്രോത്സാഹിപ്പിക്കുകയാണ് പാപം ചെയ്യുവാനായിട്ട്. ആരാണ്? ഈ പ്രവാചക വേഷം കെട്ടിയിട്ടിരിക്കുന്ന ആളുകൾ. അവരും ദൈവത്തിന്റെ പ്രവാചകന്മാരാണെന്നാണ് പറയുന്നത്. അവർ അങ്ങനെ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുകയാണ്. യഥാർത്ഥ പ്രവാചകന്മാർക്ക് അവിടെ വിലയില്ലാതെ പോവുകയാണ്. ഈ കള്ളപ്രവാചകന്മാർ വന്ന് അവരോട് ദൈവവചനത്തിന് എതിരെ സംസാരിക്കുകയാണ്. ഞങ്ങളും പറയുന്ന ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് പറയുകയാണ്. ദൈവജനത്തെ വഞ്ചിക്കുന്ന കള്ളപ്രവാചകന്മാർ എല്ലാ കാലങ്ങളിലും ഉണ്ട്. ഈ കാലങ്ങളിലുണ്ട്. സ്വസ്നേഹികളും വഞ്ചകന്മാരുമായ പ്രവാചകന്മാര് ആത്മീയ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട്. അവരുടെ വിചാരം, അവരുടെ ചിന്ത സ്വാർത്ഥതയാണ്. അവർക്ക് സ്വാർത്ഥ കാര്യങ്ങളുണ്ട്. ജഡീക അഭിലാഷങ്ങളാണ്, ജഡീക മോഹങ്ങളാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് യിരെമ്യാ പ്രവാചന പുസ്തകം തന്നെ 27-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 27-14. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. ഒരു ന്യായവിധിയുണ്ട്. ഒരു ബാബേലിലേക്ക് അടിമകളായി നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ബാബേലിലേക്ക് അടിമകളായി പോകേണ്ടതായിട്ട് വരും എന്ന് യിരെമ്യാവ് പ്രസംഗിക്കുമ്പോൾ നേരെ അതിന് എതിര് പ്രസംഗിക്കുകയാണ് കള്ളപ്രവാചകന്മാർ. നിങ്ങൾക്ക് ഒരിക്കലും ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരികയില്ല. നിങ്ങൾക്ക് ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം യിരെമ്യാവിന് വ്യക്തമായി ദർശനത്തിൽ കൂടെ വെളിപ്പെടുത്തിയ സത്യങ്ങൾ യിരെമ്യാവ് പറയുമ്പോൾ ജനത്തോട് പറയാണ്, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രവാചകന്മാർ ജനത്തെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 28-ന്റെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 28-ന്റെ 2-3. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിന്റെ മുഖം ഒടിച്ചു കളയുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെ ഒക്കെയും ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. നമുക്കറിയാം, ബാബേൽ പ്രവാസം, ഇസ്രായേൽ ജനത്തിന്റെ ബാബേൽ പ്രവാസം എന്ന് പറയുന്നത് 70 വർഷമായിരുന്നു. ഇവിടെ കള്ളപ്രവാചകന്മാർ പറയുകയാണ്, അത്രയൊന്നും വരില്ല. നമ്മൾ പോയാൽ തന്നെ, നമ്മൾ അടിമത്തത്തിലേക്ക് പോയാൽ തന്നെ, നമ്മൾ ബാബേലിലേക്ക് പോയാൽ തന്നെ 2 വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. ജനത്തിന് അവരുടെ പാപങ്ങൾക്ക് അത്
പാപങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിലും പാപബോധം കൊടുക്കാൻ പറ്റാത്ത ആളുകൾ സമൃദ്ധിയുടെ സുവിശേഷം ഈ കാലങ്ങളിലും പൊടിപൊടിക്കുന്നുണ്ട്. ദൈവമക്കൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായി എന്ന് ചിന്തിക്കണം. ദൈവത്തിന്റെ വചനം സത്യവചനം നാം അനുസരിക്കണം, സ്വാർത്ഥതയില്ലാത്ത വചനം. ഈ വചനം, ദൈവത്തിന്റെ വചനത്തിൽ എന്താ ദൈവം എന്താ അരുളി ചെയ്തിട്ടുണ്ടോ, ദൈവം അരുളി ചെയ്ത വചനത്തെ അനുസരിപ്പാനായിട്ട് സാധിക്കണം. നമുക്ക് 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ഈ നമ്മുടെ ഇടയിൽ ഇതുപോലുള്ള ആളുകളുണ്ട്. അന്ത്യകാലമാണിത്. ഈ അന്ത്യകാലത്ത് ഇതുപോലുള്ള മനുഷ്യർ ഇന്നുമുണ്ട്, ഈ കാലഘട്ടത്തിലുമുണ്ട്, സഭാ കാലഘട്ടത്തിലുമുണ്ട്, കൃപാകാലഘട്ടത്തിൽ ഇതുപോലുള്ള ആളുകളുണ്ട്. നമുക്കൊന്ന് വായിക്കാം. അവർ പഥ്യോപദേശം പൊറുക്കാതെ സത്യവചനം അവർ അംഗീകരിക്കാതെ കർണരസമാകുമാറ് അവർക്ക് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ മോഹങ്ങൾക്കൊത്തവണ്ണം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, ദൈവവചനത്തിന്റെ ആജ്ഞ അനുസരിച്ചല്ല, അവർ സ്വന്തമായ ചില താല്പര്യങ്ങൾ അനുസരിച്ച്, സ്വന്തമായ ഇഷ്ടങ്ങൾ അനുസരിച്ച്, അവർ കർണത്തിന്, അവർക്ക് ചെവികൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ, കാണാൻ ഇമ്പമുള്ള കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലും ഉണ്ടായെന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുകയാണ്. വായിച്ചോ. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ ചെവി കൊടുക്കുകയില്ല, സത്യത്തിന് ചെവി കൊടുക്കുകയില്ല, സത്യവചനം അവർ അംഗീകരിക്കുകയില്ല, സത്യവചനത്തിന് അവരുടെ ജീവിതത്തിൽ വിലയില്ല. അവർ കെട്ടുകഥകളുടെ പിന്നാലെ പോവുകയാണ്, അവർ സമൃദ്ധിയുടെ പിന്നാലെ പോവുകയാണ്, അവർ അശുദ്ധിയുടെ കള്ളപ്രവചനത്തിന്റെ പിന്നാലെ പോവുകയാണ്. അവർക്ക് വചനം പ്രശ്നമല്ല, അവർക്ക് ക്രിസ്തു വിഷയമല്ല, അവർക്ക് നിത്യത വിഷയമല്ല, അവർക്ക് മാനസാന്തര വിഷയമല്ല, ഒരു രക്ഷാ വിഷയമല്ല, ഒരു സ്വർഗ വിഷയമല്ല, ഒരു ന്യായവിധി വിഷയമല്ല. അവർ തട്ടിക്കൂട്ടുന്ന ഒരു ആത്മീയത. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വളരെ വ്യക്തമായി നമ്മോട് വിരൽ ചൂണ്ടിയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അപകടം നിറഞ്ഞതാണ്. അതേ യിരെമ്യാവിന്റെ കാലഘട്ടം, ആ ഇസ്രായേൽ ജനത്തിന്റെ, ദൈവജനത്തിന്റെ നില അപകടം പിടിച്ചതായിരുന്നു. അതുപോലെയുള്ള കാലം തന്നെയാണ് ഈ കൃപാ കാലഘട്ടത്തിലും എന്ന് നാം മനസ്സിലാക്കണം, ഈ സഭാ കാലഘട്ടം എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ സ്വസ്നേഹികളായി മാറുകയാണ്. കർണങ്ങൾക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാണ്. പ്രിയപ്പെട്ടവരെ, അവർ പത്യോപവാസം അവർ കേൾക്കാൻ തയ്യാറാകാതെ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. വായിച്ചു തീർത്തേ റജി. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കെട്ടുകഥ കേൾപ്പാൻ തുനിയുന്ന കാലം വരും. ഉമ്മാച്ചി കഥകളുടെ പിന്നാലെ പോകും. കിഴവി കഥകൾ എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയുള്ള കഥകളുടെ പിന്നാലെ പോയി കൈയടിക്കുന്ന കാലം വരുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുമ്പോൾ, പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുമ്പോൾ, മുന്നറിയിപ്പുകളെ തരുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ന്യായവിധി നടത്തുന്നതിന് മുന്നമേ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സോദോം ഗോമോറയ്ക്ക് സ്വർഗത്തിലെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് പോലും ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10 പ്രാവശ്യം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യൻ നീ തന്നെ എന്ന് ഈ യൂദയ്ക്ക് സ്വർഗത്തിലെ ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എങ്കിലും അവൻ പാപം ചെയ്തു. അവന്റെ അരുമനാഥനായ ഗുരുവിനെ അവൻ ഒറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം മുന്നറിയിപ്പുകളെ തരും. ഈ ലോക ചരിത്രത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുന്നറിയിപ്പുകളെ നാം കാണുവാനായിട്ട് സാധിക്കും. അനേക രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അനേക ഭവനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അനേക വ്യക്തികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മുന്നറിയിപ്പുകളെ അവർ അംഗീകരിക്കാതെ പോകുമ്പോൾ അവർ ഒരു അപകടത്തിലേക്ക് മാറും, അവർ ഒരു ന്യായവിധിയിലേക്ക് മാറും. ദൈവം കുറ്റക്കാരനല്ല. ഇന്ന് രാത്രിയിലും ലോകം മുഴുവൻ സുവിശേഷമെന്ന് സത്യവചനം, മാനസാന്തരത്തിന്റെ വചനം, ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി കൽവറിയിൽ ഒരുക്കിയ നിത്യരക്ഷയുടെ സുവിശേഷം ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്നതിന് പിന്നിൽ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം, അവൻ മാനസാന്തരപ്പെടണം, ദൈവം ഒരുക്കുന്ന ഒരു നിത്യസ്വർഗം അവൻ അവകാശിയായി തീരണമെന്നുള്ളതായ ദൈവത്തിന്റെ പദ്ധതി ദൈവം കലാകാലങ്ങളിലും ഈ കാലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും ഇന്ന് രാത്രിയിലും ലോകത്തോട് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.
നമുക്ക് റോമാലേഖനം 16:17-18 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി നിങ്ങൾ മനസ്സിലാക്കിയ വചനത്തിന് വിരുദ്ധമായി സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് നമുക്ക് തന്ന ഈ വചനത്തിന് വിരുദ്ധമായി പിന്നെ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സൂക്ഷിച്ചു നോക്കുവിൻ. കൂട്ടായ്മയിൽ ഭിന്നത, സഭയിൽ ഭിന്നത, ദൈവമക്കളുടെയിൽ ഭിന്നത, സഹോദരന്മാരുടെ ഭിന്നത, അങ്ങനെ ഭിന്നതയുണ്ടാക്കി കാര്യം കാണുന്ന കുറെ ജഡീക മോഹികൾ, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ചക്കരവാക്ക് പറയുന്നവർ, മുഖസ്തുതി പറയുന്നവര്, പ്രിയപ്പെട്ടവരെ, അവരെ വിശ്വസിക്കരുത്. നമുക്ക് തോന്നുന്നു മുഖസ്തുതിയല്ലേ, അത് ചെറിയ പാവമല്ലേ, അത് പാവമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, മുഖസ്തുതി മാരകമായ പാവമാണ്. പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട സ്ഥാനത്ത് അതിന് വില കൊടുക്കാതെ, പാപത്തിന് അറിയിക്കുന്ന വില കൊടുക്കാതെ അതിനെ ചെറുതായി കാണുന്ന ആളുകളുടെ മുഖസ്തുതി, പ്രിയപ്പെട്ടവരെ, നമ്മൾ അംഗീകരിക്കരുത്. പിന്നെ എന്താ പറയുന്നേ? അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവരോട് ദൈവമക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളണം. അങ്ങനെയുള്ള ആളുകളോട് അകന്നു മാറിക്കൊള്ളണം. ഓർക്കണം, നമുക്ക് അവരോട് സ്നേഹമില്ല എന്നല്ല, അവരോട് നമുക്ക് വിരോധമെന്നല്ല, അല്ലെങ്കിൽ അവരോട് അവർ ശത്രുതയല്ല. പക്ഷെ ദൈവമക്കൾ വേർപാട് പാലിച്ചോളണം. ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചു കൊള്ളണം. അവർ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. ഒരിക്കലും അവരുടെ കൂടെയുള്ള ഒരു ആത്മീയത ഒരിക്കലും ദൈവമക്കൾക്ക് ചേർന്നതല്ല. രണ്ടും കൂടി ഒന്നിച്ചു പോകുകയില്ല. സത്യവചനവും കൂട്ടിയേർന്ന വചനവും ഒന്നിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോകുന്നത് അപകടമാണ്. അങ്ങനെ പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അതാണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്. വായിച്ചേ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെയത്രേ സേവിക്കുന്നു. നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, പിന്നെ തങ്ങളുടെ വയറ്റിനെയത്രേ സേവിക്കുകയും. അവർക്ക് സ്വാർത്ഥതയുണ്ട്. അവരുടെ വയറിനെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ മറവിൽ അവർക്ക് സ്വാർത്ഥതയുണ്ട്. അവർക്ക് ധനം സമ്പാദിക്കണം, അവർക്ക് സ്ഥാനം സമ്പാദിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അവർക്ക് കയ്യടി വേണം, ആളുകളുടെ നല്ല പേര് വേണം, ഇതെല്ലാം അവർ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന്റെ സത്യവചനം പറയുന്നവർ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്കെന്നും കഷ്ടതയും പ്രയാസവും ദുരിതവും എല്ലാം നിറഞ്ഞ ജീവിതമാണ് ഒരു യഥാർത്ഥ പ്രവാചകന്റെ, ഒരു യഥാർത്ഥ സുവിശേഷകന്റെ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അവർ ഓഫറുകളെ കൊടുക്കും. ചക്കരവാക്കുകൾ പറയും. ചക്കരവാക്കുകൾ, ഈ ചക്കരവാക്കുകൾക്കൊന്നും നാം അടിമപ്പെടരുത്, നാം വീണു പോകരുത്. പ്രിയപ്പെട്ടവരെ, ചക്കരവാക്കുകൾ, മുഖസ്തുതികൾ വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചു. മുഖസ്തുതി പറഞ്ഞുകൊണ്ടുവരുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവരിൽ നിന്ന് അകന്നു മാറിക്കൊള്ളണം. മുഖസ്തുതി മാരകമായ ഭാവം. ഇർമ്യാ പ്രവാചകന്റെ പുസ്തകം 22:21 വായിക്കാം നമുക്ക്. ദൈവം ഏത് കാലങ്ങളിലും ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. നിന്റെ ശുഭകാലത്ത്, നിന്റെ നല്ല കാലത്ത് ദൈവം നിന്നോട് സംസാരിച്ചു. പക്ഷെ നീ അത് കൈക്കൊണ്ടില്ല എന്ന് പറയുകയാണ്. നിന്റെ നല്ല കാലം ദൈവം നമുക്ക് തരികയാണ്. ഒരു നല്ല കാലം. ദൈവത്തിന് സ്തോത്രം. 22:21. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ട്. ഇന്ന് നിനക്ക് കേൾക്കാൻ സാധിക്കും. ഇന്ന് നിനക്ക് കാണാൻ സാധിക്കും. ഇന്ന് നിനക്ക് സംസാരിക്കാൻ സാധിക്കും. ഇന്ന് നിനക്ക് വായിക്കാൻ സാധിക്കും. ഇന്ന് നിനക്ക് അത് അംഗീകരിക്കാൻ സാധിക്കും. ഈ വചനം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും. നിനക്കൊരു ശുഭകാലമുണ്ട്. ഇന്ന് നിന്റെ മുന്നിൽ സ്വർഗത്തിലെ ദൈവം ഒരു ശുഭകാലം തന്നിരിക്കുകയാണ്. ഒരു കൃപയുടെ കാലം തന്നിരിക്കുകയാണ്. ഏത് കൊടുമ്പാവിക്കും അകത്ത് വരുവാൻ കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് കൊടുമ്പാവിക്കും അവരുടെ പാപങ്ങളോട് യാത്ര പറഞ്ഞ് അവർക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. അവരുടെ പാപങ്ങളോട് യാത്ര പറയാം. നിന്റെ മുന്നിൽ ഒരു ശുഭകാലം തുറന്നിട്ടിരിക്കുകയാണ്. നിന്റെ പാപങ്ങളോട് നീ യാത്ര പറയണം. നിന്റെ മുന്നിൽ ക്രിസ്തു ഉയർത്തിയിരിക്കുന്ന, ഗോകുൽത്തായിൽ ഉയർത്തിയിരിക്കുന്ന ഒരു ക്രൂശ് നിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ്. ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വീണ് കൊടുത്തിട്ട് ഞാൻ പാപിയാണെന്ന് പറയാം. ക്രൂശിനെ കള്ളൻ വീണ് കൊടുത്തതുപോലെ, ഏറ്റുപറഞ്ഞതുപോലെ അവന്റെ കയ്യിലേക്ക്
ജീവിതത്തെ വിട്ടുകൊടുക്കാം. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കാം. കഴിഞ്ഞ നാളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളോട് യാത്ര പറയാം. ഒരു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിലെ വാതിലുകൾ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കാം. ദൈവം നമുക്കൊരു ശുഭകാലം തരികയാണ്. ഈ ശുഭകാലം ദൈവത്തിന്റെ വചനം നിന്നോട് പറയുമ്പോൾ നീ അത് കൈക്കൊള്ളാതെ പോകരുത്. കൈക്കൊള്ളാതെ പോയാൽ ഒരു വലിയ ന്യായവിധി വരും. പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധി അതേ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കുന്ന ഒരു ഗന്ധകത്തി പൊയ്ക, ഒരു രണ്ടാം മരണം, ഒരടിമത്വം, ഒരു നിത്യനാശത്തിലേക്കുള്ള ഒരു അടിമത്വം. ഇന്ന് അതിൽ നിന്ന് രാത്രി വിടുതൽ പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുമ്പോൾ നീ കേൾക്കുമ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരെ വ്യക്തമായ ഒരു തീരുമാനം എടുത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇരമ്യാവിന്റെ പുസ്തകം ചുതമുള്ള ഇരമ്യാ പ്രവാചന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇരമ്യാവ് ജനത്തിന് വേണ്ടി കരയുകയാണ്. ദൈവത്തിന് മുട്ടുമേന്ന് പ്രാർത്ഥിക്കുകയാണ് ഇരമ്യാവ്. ഈ പ്രതിസന്ധികളെല്ലാം വന്നുവെങ്കിലും, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായെങ്കിലും, നശിച്ചു പോകുന്ന ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് കൈകളെ മലർത്തിയാണ്. ഇരമ്യാവ് 9:1. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇരമ്യാവ് ഈ ജനത്തിന്റെ പാപം കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിഹതന്മാർ മുഖാന്തരം ഇവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവമേ രാവും പകലും ഉറങ്ങാതെ നിന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഒരു ദൈവത്തിന്റെ ആത്മഭാരം. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം പൗലോസ് പറയുന്നുണ്ട്. എനിക്ക് ആത്മഭാരമുണ്ട്, ഉറക്കളപ്പുണ്ട്, പട്ടിണിയുണ്ട്, വൈതാകമുണ്ട്, പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള എതിർപ്പുകളുണ്ട്, സ്വന്തക്കാരിൽ നിന്നുണ്ട്, ശത്രുക്കളിൽ നിന്നുണ്ട്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, സഹോദരങ്ങളാലുള്ള ആപത്ത് എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, എല്ലാത്തിനേക്കാൾ ഉപരിയായി ആത്മാക്കളെ കുറിച്ചുള്ളൊരു ഭാരം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇരമ്യാവ് അത് തന്നെയാണ് പറയുന്നത്. നശിച്ചു പോകുന്ന ആത്മാക്കൾ നിഹതന്മാർ മുഖാന്തരം രാവും പകലും ഇടപെടാതെ കരയുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ എനിക്ക് കൃപ തരണമേ, എന്റെ തലയിൽ വെള്ളമൊഴിക്കണമേ, എനിക്ക് ഉറക്കം വരാതിരിപ്പാൻ, ഈ ജനം നശിച്ചു പോകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ എനിക്ക് കൃപ തരണമേ. ആ ജനത്തിന്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇരമ്യാ പ്രവചനം നമുക്ക് കാണുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിനോട് ചേർത്ത് നമുക്കൊന്ന് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 2:11 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് ഇരമ്യാ പ്രവചനോട് 9:1 ചേർത്ത് 2:11 നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആദ്യം ഓർപ്പിച്ചു, ഇരമ്യാ പ്രവചനവും വിലാപങ്ങളുടെ പുസ്തകവും ഇരമ്യാവ് എഴുതിയ പുസ്തകങ്ങളാണ്. ഇരമ്യാ പ്രവചനം 2 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 1 ഇരമ്യാ പ്രവചനവും 2 വിലാപങ്ങളുടെ പുസ്തകവും. ആ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇതിനോട് ചേർത്തൊന്ന് വായിക്കാം. വിലാപങ്ങൾ 2:11. എന്റെ ജനത്തിന് പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്തു. പുത്രിയുടെ നാശം നിമിത്തം, നിർത്തി വായിച്ചാൽ മതി. എന്റെ ജനത്തിന്റെ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്തു, ഞാൻ കണ്ണുനീർ വാർത്തു. പ്രിയപ്പെട്ടവരെ, ഈ കരഞ്ഞ് അവന്റെ കണ്ണ് മങ്ങിപ്പോയി എന്ന് നാം വായിക്കുകയാണ്. ഞാൻ കണ്ണുനീർ വാർത്തു. കരഞ്ഞ് അവന്റെ കണ്ണ് മങ്ങിപ്പോയി. എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ? അവന് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, അവന് കാർ വാങ്ങുന്നതിന് വേണ്ടിയല്ല, അവന് വീട് പണിയുന്നതിന് വേണ്ടിയല്ല, അവന് മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടിയല്ല, മക്കൾ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയല്ല, സ്വന്തം ജനത്തിന്റെ പാപോദനത്തിന് വേണ്ടി ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ കരഞ്ഞ് കണ്ണ് മങ്ങിപ്പോകുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുപോലെ തന്നെ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇരമ്യാവ് വീണ്ടും കരയുകയാണ്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം. രാത്രിയിൽ ജനത്തെ ഉദ്ബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ചോർത്ത്, നശിച്ചു പോകുന്ന മക്കളെ കുറിച്ചോർത്ത് രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിങ്ങൾ വീതികളുടെ തലക്കിലൊക്കെയും തളർന്നു കിടക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൈകളെ ഉയർത്തുക, കൈകളെ മലർത്തുക എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇരമ്യാ പ്രവാചകൻ ദൈവജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇരമ്യാവ് കൂടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ജനത്തെ
ജനത്തെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കണമേ, ഇവരെ ദൈവത്തിങ്കിലേക്ക് ഇവരെ മടക്കി വരുത്തണമേ, ഇവർക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ജനത്തിന് ഉദ്ബോധനം കൊടുക്കുകയാണ്, ജനത്തിന് പ്രബോധനം കൊടുക്കുകയാണ്. നിങ്ങൾ വീതിയുടെ തലക്കയിലൊക്കെയും അത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഇതാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:49. യിരെമ്യാവ് പ്രാർത്ഥിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകുന്നവരാണ്. എന്നാൽ യിരെമ്യാ പ്രവാചകൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം ഉത്തരമരുളോളം പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഏത് വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നുവോ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു, ആ വിഷയത്തിന്മേൽ ജയം മറുപടി തരും. ദൈവം വ്യക്തമായി മറുപടി തരുന്നോളം പ്രാർത്ഥിക്കുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14:11 നമുക്കൊന്ന് വായിക്കാം. ദൈവം എന്താണ് മറുപടി പറയുന്നത്? യിരെമ്യാവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയാണ്. രാത്രിയിലും പകലും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ദൈവം യിരെമ്യാവിനോട് അതിന് മറുപടി പറയുകയാണ്. ആ മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കുന്നത് നല്ലതാണ്. വായിച്ചേ. യഹോവ എന്നോട്, നീ ഈ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത്. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്. കാരണം ഇവരുടെ ഹൃദയം മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവർ പാപത്തെ പച്ചവെള്ളം പോലെ കോരി കുടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇവർ ദൈവവചനം അനുസരിക്കുന്നില്ല. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല, ദൈവത്തിന് സ്ഥാനമില്ല, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് സ്ഥാനമില്ല. ഇവന് വേണ്ടി, ഇവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. നീ പ്രാർത്ഥിച്ചാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കയില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കൈകളെ മലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണുകളെ അടച്ചു കളയും. കാരണം നിങ്ങളുടെ അകത്യഭാരം അത്രമാത്രം വലുതാണ്. നിങ്ങൾ കൈകളെ മലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണുകളെ അടച്ചു കളയും. പാപം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. പാപത്തോട് യാത്ര പറയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെയും 59-ാം ശുദ്ധമുള്ള യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:1 മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കൊണ്ട് അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് അതെ നിങ്ങളുടെ പാപങ്ങളാണ്. ദൈവം അകന്നു നിൽക്കുവാനായിട്ടുള്ള കാരണം പാപമാണ്. നമ്മുടെ പാപത്തോട് ഒന്നാമത് യാത്ര പറയുമ്പോൾ ദൈവം നമ്മളിലേക്ക് അടുത്തു വരും. പാപത്തോട് യാത്ര പറയുക, ഒരു ദർശനത്തിലേക്ക് കടന്നു വരിക. യിരെമ്യാവ് അനുഭവിച്ച ദർശനം, യിരെമ്യാവിന് സ്വർഗത്തിലെ ദൈവം കൊടുത്ത വചനം, ആ വചനം ഭക്ഷിച്ച ആത്മാവിൽ നിറഞ്ഞു ദർശനം നടത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വചനം സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിന് ആനന്ദമായി മാറും. ആ വചനം നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കും, നിത്യ ന്യായവിധിയിൽ നിന്ന് വിടുതൽ തരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യിരെമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. യിരെമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയില്ല എന്ന് പറയുകയാണ്. ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പാപത്തിന്റെ ഭയങ്കര ഭാരം, ഈ ഭാരത്തെ വിടാതെ ദൈവത്തിന് നമ്മൾ പ്രസാദിപ്പാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം ലക്ഷ്യമാക്കി ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടുവാനായിട്ട് സാധിക്കണം. എബ്രായലേഖനം 12:1 നാം വായിക്കുമ്പോൾ നമ്മുടെ ഭാരവും പാപവും വിട്ട് നമുക്ക് ഓടുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വാക്യം നമുക്ക് വായിക്കാം. ശുദ്ധമുള്ള 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 36:17 നമുക്കൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 36:17. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ഇസ്രായേലിന്റെ രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർ ദൈവവചനത്തിന് അവരുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തില്ല. ദൈവവചനം രാജാക്കന്മാർ അവർ ദൈവാലയത്തിൽ അവരുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തില്ല. ദൈവാലയത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട ദൈവത്തിന്റെ ന്യായപ്രമാണം,
ആ ന്യായപ്രമാണത്തിന് ദൈവാലയത്തിൽ പോലും അവർ സ്ഥാനം കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആ ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 15-16 വാക്യങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ ആ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ചിന്ത തരുന്നുണ്ട്. രാജാക്കന്മാര് എന്നാൽ ആ യോശിയാവിന്റെ കാലത്താണ് ആ പുസ്തകം യെരൂശലേം ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാൻ ഇന്ന് ആ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ യെരൂശലേം ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ ദ്രവ്യം എടുക്കുവാനായിട്ട് ആലയത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിയപ്പോൾ ദ്രവ്യം എടുക്കുന്നതിന്റെ കൂടെ ഒരു പഴയ പുസ്തകം കിട്ടി. ആ പുസ്തകം അവർ സൂക്ഷിച്ചെടുത്തു നോക്കിയപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. യോശിയാവിന് മുന്നമേ ഭരിച്ച രാജാക്കന്മാർ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് യാതൊരു സ്ഥാനവും കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ട്? നമ്മുടെ കുടുംബത്തിൽ ദൈവവചനത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ട്? ദൈവവചനത്തോട് നമ്മോടുള്ള സമീപനം എന്താണ്? ദൈവവചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാപമാണ് ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ ഭാരം. ഈ പാപവും ഭാരവും നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം, വെറുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടുവാനായിട്ട് സാധിക്കണം. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ള യെരൂശലേം നിത്യഗൃഹം ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ അംഗം